allocation methods ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. മോഡേൺ മെത്തേഡ്സ് ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ് പറഞ്ഞാൽ ഇവർ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നു. അതായത് ഇന്നത്തെ മണിയുടെ വാല്യൂ അല്ല നാളെ നമുക്ക് കിട്ടുന്ന മണിയുടെ വാല്യൂ. അപ്പോൾ ആ ഡിഫറൻസ് എന്ത് ചെയ്യും മെത്തേഡ്സ് ഏതെങ്കിലും പ്രോഫിറ്റബിലിറ്റി ഒക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവർ കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് NPV മെത്തേഡ് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണെന്ന് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. സോ NPV ഇൻവോൾവ്സ് ഡിസ്കൗണ്ടിങ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ടു പ്രസൻറ്റ് വാല്യൂസ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ക്യാഷ് ഇൻഫ്ലോസ് നമ്മളൊന്ന് ക്യാഷ് ഇൻഫ്ലോസ് ആണ് എടുക്കുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ പറയുന്ന ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ കിട്ടും, 2 വർഷം കഴിഞ്ഞാൽ 20,000 രൂപ, രണ്ടാമത്തെ വർഷം നമുക്ക് 20,000 രൂപ ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവും, 10ാമത്തെ വർഷം നമുക്കൊരു 20,000 രൂപ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം 10ാമത്തെ വർഷമുള്ള ക്യാഷ് ഇൻഫ്ലോസ് ഇന്നത്തെ വാല്യൂ എന്താണ്, 2ാമത്തെ വർഷമുള്ള ക്യാഷ് ഇൻഫ്ലോൻ്റെ ഇന്നത്തെ വാല്യൂ എന്താണ്, എല്ലാത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡിസ്കൗണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും, ഡിസ്കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റേറ്റുകളുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള. അങ്ങനെയുള്ള റേറ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും ക്യാഷ് ഔട്ട് ഫ്ലോ മീൻസ് ക്യാഷ് ഔട്ട് ഫ്ലോ പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഉണ്ടാവും, അത് ഈ വർഷം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും, അത് പ്രസന്റ് വാല്യൂയിലായിരിക്കും ഉണ്ടാവുക. കാരണം ക്യാഷ് ഔട്ട് ഫ്ലോ പറഞ്ഞാൽ ഈ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെന്ററി നമ്മൾ അഡീഷണൽ 5ാമത്തെ വർഷം നമ്മൾ അഡീഷണൽ ആയിട്ടൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഇന്നത്തെ വാല്യൂ ആക്കി കൺവേർട്ട് ചെയ്യും. ആൻഡ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി സം ഓഫ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ്. ക്യാഷ് ഔട്ട് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവാവുന്ന ക്യാഷ് ഇൻഫ്ലോയുടെ ടോട്ടൽ പ്രസന്റ് വാല്യൂവിൻ്റെ ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യും ഇന്ന് നമുക്ക് ചിലവാക്കേണ്ട ക്യാഷ് ഔട്ട് ഫ്ലോ മൈനസ് ചെയ്യും. ദ ബാലൻസ് എമൗണ്ട് ഈസ് നെറ്റ് NPV. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് അതായത് ക്യാഷ് ഇൻഫ്ലോയുടെയും ക്യാഷ് ഔട്ട് ഫ്ലോയുടെയും പ്രസന്റ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത് NPV എന്ന് പറയുന്നത്. അത് ഒന്നുകിൽ അത് പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് മോർ ദാൻ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത റേറ്റിനേക്കാൾ കൂടുതലാണ് ശരിക്കും നമ്മുടെ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയാം. ഇറ്റ് കോൺട്രിബ്യൂട്ട് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതെന്ത് ചെയ്യും ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ അതേസമയം നെഗറ്റീവ് ആണെങ്കിലും ദ പ്രൊജക്റ്റ് ഈസ് നോട്ട് ഈവൻ കവറിങ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നമുക്ക് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിലുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള കോസ്റ്റ്, ആ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള കോസ്റ്റ് പോലും എന്ത് ചെയ്യുന്നില്ല, അത് കവർ ചെയ്യപ്പെടുന്നില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ആക്ച്വൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ ഡിസ്കൗണ്ട് റേറ്റ്. അത് പറഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കുറവായിരിക്കും. കമ്പ്യൂട്ടേഷൻ പ്രൊസീജിയറൊക്കെ ഉണ്ട്, ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല. നമുക്ക് എന്താണ് NPV എന്നുള്ളത്, കാരണം ഇതിലൊരു പ്രോബ്ലം ഒന്നും ഇതുവരെ അങ്ങനെ ചോദിക്കാറില്ല. NPV എന്താണെന്ന് മനസ്സിലാക്കുക, അത് ഡിറ്റർമിനേഷൻ ഓഫ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കും, 10%, 14%. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് ഡിറ്റർമിൻ ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കമ്പ്യൂട്ടേഷൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ക്യാഷ് ഇൻഫ്ലോയുടെയും പ്രസന്റ് വാല്യൂ അതേപോലെ ഔട്ട്ഫ്ലോയുടെയും പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അതിനധികം നമ്മൾ ഇക്വേഷനാണ് ഉപയോഗിക്കാം. C1 എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ 1, ക്യാഷ് ഇൻഫ്ലോ 2, ക്യാഷ് ഇൻഫ്ലോ 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യും പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് NPV, തേർഡ് സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യും NPV കമ്പ്യൂട്ട് ചെയ്യും. അവിടെ എന്ത് ചെയ്യും ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. നമുക്ക് മൊത്തമായിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോയുടെ പ്രസന്റ് വാല്യൂ എന്ത് ചെയ്യണം ക്യാഷ് ഔട്ട്ഫ്ലോയുടെ മൈനസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും ടോട്ടൽ ആയിട്ടുള്ള NPV കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ഇതിൻ്റെ ഡിസിഷൻ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു.
ഹയസ്റ്റ് പോസിറ്റീവ് എൻ പി വി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതേസമയം ലോവസ്റ്റ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യും. എൻ പി വി നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ഓഫ് റേറ്റ് എത്രയാണെന്ന് തീരുമാനിക്കും. ആ കട്ട് ഓഫ് റേറ്റിന്റെ മുകളിലാണോ താഴെയാണോ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അഡ്വാൻറ്റേജ് ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ 10 വർഷത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് 20,000 രൂപ കിട്ടും. അതിന്റെ ഇന്നത്തെ വാല്യൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനം എടുക്കുന്നത്. ഫോക്കസ് ഓൺ അറ്റൻഷൻ ഓൺ ഒബ്ജക്റ്റീവ് ഓഫ് മാക്സിമൈസേഷൻ ഓഫ് വെൽത്ത് ഓഫ് ദി പ്രൊജക്റ്റീവ്. മാക്സിമം വെൽത്ത് എത്രത്തോളം ഉണ്ടാവും, മാക്സിമൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇറ്റ് കൺസിഡർ ദ ക്യാഷ് ഫ്ലോ സ്ട്രീം ഓവർ ദി എൻറ്റയർ ലൈഫ് ഓഫ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന്റെ മൊത്തം ക്യാഷ് ഫ്ലോസ് കൺസിഡർ ചെയ്യും. ഹൈലി യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് ഏറ്റവും നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. മീൻസ് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നല്ല എൻ പി വി കിട്ടുന്ന പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാം. മോസ്റ്റ് സ്യൂട്ടബിൾ വെൻ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് യൂണിഫോം. ഇതിൽ യൂണിഫോം ആണോ അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഉണ്ടോ ഇല്ലയോ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. യൂണിഫോമിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ല യൂണിഫോം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ജനറലി പ്രിഫേർഡ് ബൈ ഇക്കണോമിസ്റ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെത്തേഡാണ്. കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം പ്രസന്റ് വാല്യൂ കാണണമെങ്കിൽ ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടർ കാണണം. ഡിസ്കൗണ്ടിങ് ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിസ്കൗണ്ട് ചെയ്ത് വെക്കണം. 1 രൂപയുടെ നാളെ കിട്ടുന്ന 1 രൂപയുടെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുന്ന ആ റേറ്റ്, ആ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് C1 ആണെങ്കിൽ C1 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പോൾ ആ ഇക്വേഷൻ കണ്ടുപിടിച്ച് എല്ലാ ക്യാഷ് ഇൻഫ്ലോസിന്റെയും പ്രസന്റ് വാല്യൂ കണ്ടു എന്നിട്ട് അതിനെ സം ചെയ്ത് അങ്ങനെ കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ. ടു സെലക്ട് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ പറഞ്ഞു 10% സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ 5% വേണോ, 20% വേണോ, 30% വേണോ, അങ്ങനെ ഡിസ്കൗണ്ട് റേറ്റ് എത്ര ആയിരിക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉള്ള മെത്തേഡാക്കി. അതുപോലെ നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് പ്രൊജക്ട് ഇൻവോൾവ് ഡിഫറെന്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ ഒരു 1 lakh, സെക്കൻഡ് ഇയറിൽ 3 lakhs. ഇതൊക്കെ എങ്ങനെ ഡിഫറെന്റ് ആണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കാൽക്കുലേഷൻ. അത് ചെയ്യാൻ കഴിയും, പക്ഷെ അത്രത്തോളം സ്യൂട്ടബിൾ ആണ് എന്ന് പറയാൻ പറ്റില്ല. റിലേറ്റീവ് ഡിസൈറബിലിറ്റി ഓഫ് പ്രൊജക്ട് വിൽ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഡിസൈറബിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. നോട്ട് സ്യൂട്ടബിൾ ഇൻ കേസ് ഓഫ് 2 projects ഹാവിങ് ഡിഫറെന്റ് യൂസ്ഫുൾ ലൈഫ്സ്. അപ്പോൾ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള യൂസ്ഫുൾ ലൈഫുള്ള 2 പ്രൊജക്റ്റുകളാണെങ്കിൽ, ഒരു പ്രൊജക്റ്റ് 5 വർഷം, ഒരു വർഷം 8 വർഷമാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പ്രയാസമുണ്ടാകും. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയും. മറ്റൊരു മെത്തേഡാണ് 2 projects ഹാവിങ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ കനോട്ട് ബി കമ്പയർഡ് ബൈ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് ബിക്കോസ് ഇറ്റ് ഇൻഡിക്കേറ്റ് NPV ഇൻ അബ്സല്യൂട്ട് ടേംസ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. NPV 2 വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ, ഒന്നിൽ 5 ലക്ഷവും മറ്റിൽ 8 ലക്ഷം വരികയാണ്, അല്ലെ ഒന്നിൽ 10 ലക്ഷവും മറ്റിൽ 15 ലക്ഷം വരികയാണെങ്കിൽ NPV അബ്സല്യൂട്ട് വാല്യൂവിലാണ്. അതിന്റെ നമ്മൾ പറഞ്ഞു അതിന്റെ സം എടുത്തിട്ട് നമ്മൾ പറയുകയാണ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇൻ സച്ച് സിറ്റുവേഷൻ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഷുഡ് ബി അപ്ലൈഡ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ PI എന്ന് പറയും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്നൊക്കെ പറയും. ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ബെനിഫിറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ടു ദി ക്യാഷ് ഔട്ട്ഫ്ലോസ്. റേഷ്യോ ഓഫ് ബെനിഫിറ്റ്സ് ആണ്, ബെനിഫിറ്റ്സിന്റെ റേഷ്യോ ആണ്. അതായത് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ ക്യാഷ് ഔട്ട്ഫ്ലോ. അത് തന്നെയാണ് ഇതിന്റെ. It is the ratio of present value of cash inflow to the present value of cash outflow. Thus, it measure the present value of returns. അപ്പോൾ ഇതിൽ എന്താ, നേരത്തെ നമ്മൾ ചെയ്യുന്ന ARR ഉണ്ട് അല്ലേ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അതിന്റെ മറ്റൊരു വശമാണ് ഇത്. അതിനെ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, അത് അക്കൗണ്ടിങ് പ്രോഫിറ്റ് തന്നെ എടുത്തിരുന്നത്. അതിന് പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു,
ക്യാഷ് ഇൻഫ്ലോ എടുക്കുന്നു. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂയും ക്യാഷ് ഔട്ട്ഫ്ലോന്റെ പ്രസന്റ് വാല്യൂയും തമ്മിലുള്ള റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു റിലേറ്റീവ് മെഷറാണ്. മീൻസ് ഒരു പെർസെൻറ്റേജിലാണ് കാണുക. നമ്മൾക്ക് 5 ലക്ഷം ഉള്ളതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണാം. എന്നിട്ട് അതിന് 12% കിട്ടും. ഇതേപോലെ 10 വർഷമുള്ളതിനെ നമുക്ക് കാണാം. അപ്പോൾ അതും ഒരു 13%, അല്ലെങ്കിൽ 8 വർഷമുള്ളതിനെ നമുക്ക് കാണാം 11%. ഇങ്ങനെ പെർസെൻറ്റേജ് വൈസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതെന്താ വെച്ചാൽ റിലേറ്റീവ് ആയതുകൊണ്ട് അതിൽ എന്തുണ്ടാവും, നമുക്ക് കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കും. ദിസ് മെത്തേഡ് ഓൾസോ നോൺ ആസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഓർ പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഇൻഫ്ലോസ് ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്, അല്ലെങ്കിൽ NPV ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അപ്പോൾ ഇതിലിപ്പോ ഹയസ്റ്റ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിലാണ് നമ്മൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റും ചെയ്യാൻ കഴിയും. ഇതാണ് അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സയന്റിഫിക് ആണ്, ഇത് ലോജിക്കലാണ്, യുക്തിപരമായി ബുദ്ധിപരമായി നമുക്ക് മനസ്സിലാവാം. കുറച്ചുകൂടി കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കുറച്ച് സയന്റിഫിക് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ റിയൽ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന്റെ റിയൽ പ്രോഫിറ്റ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ് ബേസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു കമ്പയർ ദ പ്രൊജക്റ്റ് ഹാവിംഗ് ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ്. 2 വ്യത്യസ്തമായ ഇൻവെസ്റ്റ്മെന്റുള്ള പ്രൊജക്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റും. റിഫ്ലക്റ്റ് ടൈം വാല്യൂ ഓഫ് മണി. ഇറ്റ് കൺസിഡർ ഓൾ ക്യാഷ് ഇൻഫ്ലോസ് ഡ്യൂറിംഗ് ദി ലൈഫ് ഓഫ് ദി പ്രൊജക്ട്. മൊത്തം ക്യാഷ് ഇൻഫ്ലോസും കൺസിഡർ ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോളോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞാൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കാൽക്കുലേഷൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ് മനസ്സിലാക്കാൻ. ദിസ് മെത്തേഡ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ ഒരു മീൻസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് അല്ലെ അക്കൗണ്ടിങ് മെത്തേഡിന്റെ ഫോളോ ചെയ്തുകൊണ്ടുള്ളൊരു മെത്തേഡ് അല്ല ഇത് എന്ന് പറയാം. cannot be used for comparing those projects having unequal life. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വർഷങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ലൈഫ് സ്പാൻ ഉള്ള പ്രൊജക്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഡിഫിക്കൽട്ട് എസ്റ്റിമേറ്റ് എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റിന്റെ എഫക്റ്റീവ് ലൈഫ് എസ്റ്റിമേറ്റ് ചെയ്യാനും കുറച്ച് പ്രയാസമാണ്. ഇത്രയുമാണ് അതിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, IRR എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വലിയ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മറ്റൊരു ടെക്നിക്കാണ് IRR എന്ന് പറഞ്ഞാൽ പറയാം. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ബൈ ജോയൽ ഡീൻ. IRR എന്ന് പറയുന്നത് വി ട്രൈ ടു ഡിസ്കൗണ്ടിങ് അറ്റ് എ ഡിഫറെന്റ് ഡിസ്കൗണ്ട് റേറ്റ് അണ്ടിൽ വി റീച്ച് റേറ്റ് അറ്റ് വിച്ച് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഇക്വേറ്റ്സ് ടു ദി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയാം. നമുക്ക് ഈക്വൽ ചെയ്യാം. നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതായത് നമ്മൾ 1 ലക്ഷം രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 10 വർഷം കൊണ്ടാക്കിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുക. പക്ഷേ ഈ ഒരു 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമ്പോൾ ഒരു പോയിന്റിൽ മീൻസ് ഒരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് റിട്ടേണിൽ ഇത് ഈക്വൽ ആയിരിക്കും. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും മീൻസ് നമ്മൾ പറഞ്ഞ കുറേ കട്ട് ഓഫ് റേറ്റ് ഉണ്ടാവും. 10% നമുക്ക് കട്ട് ചെയ്യാം, 11% ഡിസ്കൗണ്ട് ചെയ്യാം, 15% ഡിസ്കൗണ്ട് ചെയ്യാം, 18% നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം. അങ്ങനെ ഓരോ റേറ്റിലും ഡിസ്കൗണ്ട് ചെയ്യാം. ഒരു പെർട്ടിക്കുലർ റേറ്റ് ഓഫ് റിട്ടേണിൽ അല്ലെ റേറ്റിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോക്ക് തുല്യമായിരിക്കും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഈ റേറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ഈസ് ഈക്വൽ ടു ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനീഷ്യലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് തുല്യമാവുന്ന ഒരു റേറ്റ്. അത് ചിലപ്പോൾ 14% അല്ലെങ്കിൽ 15% ചിലപ്പോൾ 14.5 ആയിരിക്കും. ഇൻ അതർ വേർഡ് ഇറ്റ് ഈസ് ദ റേറ്റ് വിച്ച് NPV is 0.
ഇതാണ് ഇതിൻ്റെ ഏറ്റവും NPV. നമ്മൾ പറഞ്ഞു NPV എന്ന് പറഞ്ഞാൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്. അത് 0 ആവുക എന്ന് പറയുന്നതാണ് ഈ ഒരു റേറ്റിന്റെ പ്രത്യേകത. അപ്പൊ NPV 0 ആവുന്ന റേറ്റിനാണ് നമ്മൾ എന്താ പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് പറയുന്നത്. This is called internal rate of return because exclusively depends upon the initial outflow and the cash proceeds associated with the project and not by the other rate outside the investment. ഇത് ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള റേറ്റ് മാത്രമാണ്. മറ്റേതെങ്കിലും റേറ്റ് ഔട്ട്സൈഡ് റേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. NPV indicates the present value of cash flows of project at a particular discount rate. IRR attempt to ascertain the interest rate at which present value of cash inflow is made equal to present value of cash initial investment, means cash outflow. IRR is a time adjusted rate of return which equates present value with original cash inflows with original cash outflows. IRR can be calculated through ഒന്ന് നമ്മൾ എന്ന് പറയുന്നത് obtain the annuity table factor using formula. First, investment of a project divided by annual cash flow. F എന്ന് പറയുന്ന factor using formula annuity table വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Then locate the factors in the annuity table corresponding to the number of years of the project to obtain discount rate percentage. അപ്പോൾ ആനുറ്റി ടേബിൾ ഉണ്ടാവും. ഈ ആനുറ്റി ടേബിളിൽ ഇപ്പോൾ 5 ഇയറിന് കിട്ടും, അല്ലെങ്കിൽ 2 ഇയറിന് കിട്ടും, അല്ലെങ്കിൽ 8 ഇയറിന് കിട്ടും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ചെയ്യുമ്പോൾ ആനുറ്റി ടേബിളിൽ പോയിട്ട് ആ 5 ഇയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ടാവും, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇന്റർവെൽസ് ഉണ്ടാവും. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അസെറ്റ് ദി എക്സാക്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് യൂസിങ് ഇന്റർപോളേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ചിട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, 12% കണ്ടുപിടിക്കുന്നു. NPV പോസിറ്റീവ് ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, 13% കണ്ടുപിടിക്കാം. അപ്പോഴും NPV പോസിറ്റീവ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു 15% ചെയ്ത് നോക്കാം. അപ്പോൾ NPV നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും NPV പോസിറ്റീവായ 13%ലാണ്, 15% നെഗറ്റീവായി. ഇൻബെറ്റീവിനാണ് NPV എന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, IRR എന്ന് പറയുന്നത് ലോവർ പെർസെൻറ്റേജ് നമ്മൾ 13%, ഡിഫറൻസ് ബിറ്റ്വീൻ പെർസെൻറ്റേജസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണ്. ഇപ്പോൾ 13 15 ആണെന്ന് കരുതുക, അപ്പോൾ 2 എന്ന് കിട്ടും. ഇൻറ്റു NPV അറ്റ് ലോവർ റേറ്റ്. ലോവർ റേറ്റിൽ 13 നമുക്ക് NPV പോസിറ്റീവ് ആണ്, ആ പോസിറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് ഡിവൈഡ് ബൈ ഡിഫറൻസ് ബിറ്റ്വീൻ NPV. 2 ഇപ്പോൾ 15 എടുത്തു, ഹയർ റേറ്റ് 15 ആണ്, അതിലുള്ള NPV എത്രയാണ്, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എത്രയാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഇതിന്റെ അപ്പോൾ 12% പ്ലസ് എന്ന് പറഞ്ഞിട്ട് ലോവർ പെർസെൻറ്റേജ് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ 13 ആണെങ്കിൽ ചിലപ്പോൾ 14.33 നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കാൻ കഴിയും, റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഈ പെർസെൻറ്റേജിൽ NPV 0 ആയിരിക്കും. ഡിസൈഡ്. അപ്പോൾ ഇഫ് IRR ഈസ് ഗ്രേറ്റർ, ഇതിന്റെ പ്രത്യേകത ആണ് IRR ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് തന്നെ ആലോചിച്ചാൽ മതി. 12% നമ്മുടെ NPV 0 ആണ് എങ്കിൽ നമുക്ക് 12% റിട്ടേണേ കിട്ടുള്ളൂ അതിൽ. അതേസമയം നമുക്ക് 14% 0 ആകുന്ന NPV 0 ആകുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം 14% റിട്ടേൺ അതിൽ കിട്ടും. അങ്ങനെ IRR ഗ്രേറ്റർ ആണെങ്കിൽ ആ പ്രൊജക്റ്റിന്റെ റിട്ടേൺ ഗ്രേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹയസ്റ്റ് IRRകളാണ് നമ്മൾ എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ലോവസ്റ്റ് ആണെങ്കിൽ നമുക്ക് അതൊരു മോസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, റിജക്ട് ചെയ്യുന്നൊരു കേസ് വരാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു എല്ലാ ക്യാഷ് ഫ്ലോസും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്.
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നീഡ് നോട്ട് ബി കാൽക്കുലേറ്റഡ്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനി നമ്മൾ വേറൊരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. IRR gives a true picture of profitability of the project even in the absence of cost of capital. ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള, അതായത് 14% ആണെങ്കിൽ 14% നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അതിൽ വേറൊരു എന്ത് വേണ്ട കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ മറ്റൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, 14% ഉണ്ട്. പ്രൊജക്ട് ഹാവിങ് ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് റിസ്ക് ക്യാൻ ബി ഈസിലി കമ്പയർഡ്. വ്യത്യസ്തമായ റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവും. ചിലത് ഹൈ റിസ്ക് ആയിരിക്കും, ചിലത് മോഡറേറ്റ് റിസ്ക് ആയിരിക്കും. ഇതും നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഇറ്റ് ടേക്സ് ഇൻ അക്കൗണ്ട് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഡിഫിക്കൽട്ടാണ് നമ്മൾ പറഞ്ഞ പോലെ. അതേപോലെ ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനും. കാരണം ഒരുപാട് ട്രയൽ ആൻഡ് എറർ മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് സംടൈംസ് ഇറ്റ് മേ ഈൽഡ് നെഗറ്റീവ് റേറ്റ് ഓഫ് ഓർ മൾട്ടിപ്പിൾ റേറ്റ് വിച്ച് ഈസ് റേദർ കൺഫ്യൂസിങ്. അപ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവ് റേറ്റ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ മെയിൻലി ഇൻ ലാർജ് പ്രൊജക്റ്റ്. വലിയ പ്രൊജക്റ്റുകൾ, ചെറിയ സ്മോൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈൽഡ് റിസൾട്ട് ഇൻകൺസിസ്റ്റന്റ് വിത്ത് NPV മെത്തേഡ് ഇഫ് പ്രൊജക്റ്റ് ഡിഫർ ഇൻ ദ എക്സ്പെക്റ്റഡ് ലൈഫ് സ്പാൻ, ഇൻവെസ്റ്റ്മെന്റ്, ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അപ്പോൾ ഇതിന്റെ മറ്റ് ഫാക്ടറുകളായിട്ട് നമുക്ക് അറിയാം അതിന്റെ ലൈഫ് സ്പാൻ. അത് പറഞ്ഞാൽ 8 വർഷം അല്ലെ 10 വർഷം 15 വർഷം ഇങ്ങനെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇത് മാറിയിരിക്കാം. അതേപോലെ ഇൻവെസ്റ്റ്മെന്റ്, ടൈമിംഗ് ഓഫ് ക്യാഷ് ഫ്ലോ, ഇതിന്റെ ക്യാഷ് ഫ്ലോന്റെ ടൈം, ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, NPVയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് കിട്ടിയേക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇൻകൺസിസ്റ്റൻസി ഇതിലുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മോഡേൺ മെത്തേഡ് നമ്മൾ NPV ആണെന്ന് പറഞ്ഞിരുന്നത്. NPV ഉണ്ട്, NPV നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയും. അതേപോലെ ദെൻ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയാം. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ IRR. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡേൺ മെത്തേഡ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് പറയുന്നത്. ഓക്കെ.